നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ 7 പേർ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പുതുതായി 1144 പേർക്കാണ് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിലായിരുന്ന 956 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇതുവരെ 2,572 പേർക്കാണ് കുവൈറ്റിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1127 പേർ മരണപ്പെട്ടു. 1,86,187 പേർ സുഖം പ്രാപിച്ചു. നിലവിൽ രാജ്യത്ത് 13,258 കോവിഡ് രോഗികളാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 175 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഇവരെ തീവ്രപരിചരണ വിഭാഗങ്ങളിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 981 കോവിഡ് പരിശോധനകളാണ് കുവൈറ്റിൽ നടത്തിയത്. ആകെ 1,85,363 കോവിഡ് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഖത്തറിൽ ഞായറാഴ്ച 474 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 301 പേർ കൂടി രോഗമുക്തി നേടി. ആകെ 1,86,101 പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത്. പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 419 പേർ സ്വദേശികളും 55 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. 262 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതുവരെ 1,66,949 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ 10,686 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. സൗദി അറേബ്യയിൽ 357 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്നവരിൽ 314 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 4 പേർ കൂടി മരിച്ചു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 3,79,831 ആയി. ഇതിൽ 3,70,614 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 6,528 ആയി. 2,689 പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു. ഇവരിൽ 505 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97.6%, മരണനിരക്ക് 1.7%. ഒമാനിൽ 449 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെ 1,44,404 പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതേസമയം കോവിഡ് ബാധിച്ച് 3 പേർ കൂടി മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 1,594 ഉയർന്നു. ഇതുവരെ 1,34,684 പേർ രോഗമുക്തി നേടി. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 93.2%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 28 കോവിഡ് രോഗികളെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ 219 പേരാണ് രോഗം ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 76 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. സൗദി അറേബ്യയിൽ തൊഴിൽ വിസ നിയമലംഘനത്തിനും അതിർത്തി നുഴഞ്ഞുകയറ്റത്തിനും പോലീസ് പിടിയിലായി റിയാദിലെയും ദമാമിലെയും നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യൻ തടവുകാരിൽ 1,200 പേർ 1.5 മാസത്തിനിടെ നാട്ടിലേക്ക് മടങ്ങി. കഴിഞ്ഞ മാസം 900 പേരും ഈ ആഴ്ച 300 പേരുമാണ് പോയത്. എല്ലാവരും റിയാദ് എയർപോർട്ട് വഴി സൗദി എയർലൈൻസ് വിമാനത്തിൽ ഡൽഹിയിലേക്കാണ് യാത്ര ചെയ്തത്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ സേവനാനന്തര ആനുകൂല്യങ്ങളിൽ ഒമാൻ ഭേദഗതി വരുത്തി. സർക്കാർ മേഖലയിൽ സ്ഥിരം തൊഴിൽ കരാറുള്ള 10 വർഷം പൂർത്തിയാകാത്തവർക്കാണ് ഭേദഗതി ബാധകമാവുക. പുതിയ ജീവനക്കാർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിൽ പറയുന്നു. ഒമാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സൗദാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. സേവനത്തിന്റെ ഓരോ വർഷവും ഓരോ മാസത്തെ വേതനം എന്ന രീതിയിലായിരിക്കും ആനുകൂല്യം കണക്കാക്കുക. 6ാം ഗ്രേഡ് വരെയുള്ള ജീവനക്കാർക്ക് ഇത് പരമാവധി 10 മാസമാകും. 7 മുതൽ 14 വരെ ഗ്രേഡുള്ള ജീവനക്കാർക്ക് 12 മാസവുമായിരിക്കും ആനുകൂല്യം. വിദേശ തൊഴിലാളിക്ക് അവസാനമായി ലഭിച്ച വേതനമാണ് ആനുകൂല്യത്തിന് അടിസ്ഥാനമാകുക. രാത്രികാലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്ന നിയമം ലംഘിച്ചാൽ കനത്ത പിഴ ചുമത്തുമെന്ന് സുപ്രീം കമ്മിറ്റി അറിയിക്കുകയുണ്ടായി. രാത്രി 8 മുതൽ പുലർച്ചെ 5 വരെയാണ് സ്ഥാപനങ്ങൾ അടച്ചിടുന്നത്. ഇത് ലംഘിക്കുന്നവർക്ക് 300 റിയാൽ പിഴയാണ് ചുമത്തുമെന്ന് ഒമാൻ അറിയിച്ചിരിക്കുന്നത്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ കൂടും, 1000 റിയാലായി ഉയരും. പിന്നെയും ആവർത്തിക്കുകയാണെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് നീങ്ങുമെന്നും നഗരസഭാ വക്താവ് മുന്നറിയിപ്പ് നൽകി. ഗ്രീൻ പട്ടിക പരിഷ്കരിച്ച് അബുദാബി സാംസ്കാരിക വിനോദ വകുപ്പാണ് ഗ്രീൻ പട്ടിക പരിഷ്കരിച്ചത്. പുതിയ പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാരെ നിർബന്ധിത ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. അബുദാബിയിൽ എത്തിയതിനു ശേഷം വിമാനത്താവളത്തിൽ PCR പരിശോധനയ്ക്ക് മാത്രം വിധേയരായാൽ മതി. പുതുക്കിയ ഗ്രീൻ പട്ടികയിലേക്ക് 3 രാജ്യങ്ങളെയാണ് ചേർത്തത്. കസാഖിസ്ഥാൻ, മൊറോക്കോ, സൗദി അറേബ്യ എന്നീ 3 രാജ്യങ്ങളെയാണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി ഡിസ്കവർ ഖത്തർ. ഇത് പ്രകാരം ഖത്തറിൽ നിന്ന് 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ച രക്ഷിതാക്കളുടെ കൂടെ റെഡ് സോണിൽപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിലേക്ക് മടങ്ങി വരുന്ന 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി.
എന്നാൽ ഇവർ 7 ദിവസം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞിരിക്കണം. 16 മുതൽ 18 വരെ പ്രായമുള്ള മൈനറായ കുട്ടികൾ വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ അവർ ഹോട്ടൽ ക്വാറന്റൈൻ ബുക്ക് ചെയ്യണമെന്നും അറിയിപ്പിൽ പറയുന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ബിഗ് ടിക്കറ്റ് വ്യത്യസ്തമായ സമ്മാന പദ്ധതി മുന്നോട്ട് വയ്ക്കുകയാണ്. അടുത്ത ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുത്ത് കോടീശ്വരന്മാരാവാനുള്ള അവസരത്തിന് പുറമെ ഒരു മിത്സുബിഷി പജീറോ കാറും ഈ ആഘോഷവേളയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ഇതിലൂടെ കഴിഞ്ഞേക്കും. മാർച്ച് 8 പുലർച്ചെ 12 മണി മുതൽ ആരംഭിച്ച ഈ ഓഫർ മാർച്ച് 10 രാത്രി 11:59 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരാളിന് മിത്സുബിഷി പജീറോ GLS 3.0 കാർ സ്വന്തമാക്കാം. മാർച്ച് 11 വിജയിയെ പ്രഖ്യാപിക്കും. ഓഫർ സമയത്ത് എടുക്കുന്ന ടിക്കറ്റുകളും സാധാരണ പോലെ നറുക്കെടുപ്പിനുള്ള ഡ്രമ്മിൽ നിക്ഷേപിക്കപ്പെടുകയും 10 മില്യൺ ദിർഹത്തിന്റെ അടുത്ത ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ വിജയിയാവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അടുത്ത മാസം 3-ാം തീയതി നടക്കാനിരിക്കുന്ന ബിഗ് ടിക്കറ്റ് ബിഗ് 10 മില്യൺ നറുക്കെടുപ്പിൽ 2 കോടീശ്വരന്മാരെയാണ് തെരഞ്ഞെടുക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.